നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ പലഹാരമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി കടായിലോട്ട് കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വയ്ക്കാം. നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് വെള്ളം എടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1.25 കപ്പ് വെള്ളം ചൂടാകാനായിട്ട് വയ്ക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഒരു ചെറിയ സ്പൂണ് നെയ്യും കൂടി ചേർക്കാം. നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ പലഹാരത്തിന് നല്ലൊരു മയം കിട്ടത്തുള്ളൂ. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/2 കപ്പ് നാളികേരം ചേർത്തെടുക്കാം. കൂടെ തന്നെ 3/4 ടീസ്പൂൺ നല്ല ജീരകം. ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ തോരത്തിനൊക്കെ ചെയ്യുന്ന കണക്ക് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. ഇതുപോലെ റെഡിയാക്കിയെടുക്കണം. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താലും മതിയാവും. അതായത് നമ്മൾ ചേർത്ത ജീരകവും നാളികേരം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാളികേര കൂട്ടും കൂടി ചേർത്തെടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് ഇതിൽ ചേർത്ത നാളികേരത്തിൻ്റെയും നല്ല ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇറങ്ങണം. ഇതിൽ നല്ല ജീരകം ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വെള്ളം നന്നായിട്ടും തിളച്ചിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുക. തിളച്ചപ്പോൾ ആ നല്ല ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പൊടി ചേർക്കാനായിട്ടുള്ളതാണ്. അതിന് മുന്നേ ഫ്ലെയിം തീരെ സിമ്മിലാക്കിയതിന് ശേഷം ഞാനിവിടെ ചേർക്കുന്നത് പുട്ടുപൊടിയാണ്. അതായത് ചെറിയ തരിതരിപ്പായിട്ടുള്ള പൊടിയാണ്. അതായത് ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന പൊടിയല്ല, നമ്മൾ പുട്ടിന് തയ്യാറാക്കാൻ എടുക്കുന്ന പൊടിയാണ്. 1 കപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം തീരെ സിമ്മിലാക്കിയിട്ടാണ് പൊടി ചേർക്കാനായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇതുപോലത്തെ തടുത്തവിയാണ്. തടുത്തവി ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പൂണായാലും മതിയാവും. പക്ഷേ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട് ഏറ്റവും നല്ലത് തടുത്തവിയാണ്. നല്ല തിളച്ച വെള്ളത്തിൽ മാവ് ചേർത്തിട്ട് മിക്സാക്കുമ്പോൾ മാവ് ഏതാണ്ടൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഒരുവിധം ഒന്ന് മിക്സായതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അതായത് ഈ മാവും നല്ല ജീരകവും നാളികേരവും കൂടെ ചേരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരുന്നുണ്ട്. ഞാൻ എടുത്ത വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് പുട്ടുപൊടിക്ക് 1.5 മുതൽ 1.25 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വരും. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല. കുറഞ്ഞതൊരു 1.5 കപ്പ് വെള്ളമെങ്കിലും ആവശ്യമായിട്ട് വരും. കാരണം ഓരോ പുട്ടുപൊടി അനുസരിച്ചിരിക്കും. ഇപ്പോൾ 2 കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 3 മുതൽ 3.5 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വരും. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർക്കാം. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടി ചേർത്തെടുക്കുക. ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ്. ഇനി ഇത് ചെറുതായിട്ടും തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ. ചൂട് ഒത്തിരി മാറാനായിട്ട് വെയിറ്റ് ചെയ്യില്ല കേട്ടോ. ചെറു ചൂടോടെ കൂടി തന്നെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക. നമ്മൾ ചേർത്ത വെള്ളത്തിൻ്റെ അളവ് പാകത്തിനായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ നല്ലൊരു മയം കിട്ടുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് എത്രയാണോ വലുപ്പം ആവശ്യമുള്ളത് അതനുസരിച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഒന്നുകിൽ ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയും ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിപ്പോൾ മധുരം ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. മധുരത്തിൽ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുക. വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ലാസ്റ്റ് ആവിലൊന്ന് വേവിച്ചെടുക്കും. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ വിതറാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കി കൂടെ ഞാനൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ മാവ് കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക.
അങ്ങനെ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു അളവിൽ ഒരു 15 മുതൽ 16 പലഹാരം നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വെച്ചെടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴയില വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പലഹാരങ്ങൾ ഓരോന്നായിട്ട് വെച്ചെടുക്കുക. ഇതിപ്പോൾ ചെറിയ അളവിലുള്ളതുകൊണ്ടാണ് ഒറ്റ ട്രിപ്പിൽ വേവിച്ചെടുക്കുന്നത്. കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. കാരണം ഈ ബോൾസ് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വലുതാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് ആവിലൊന്ന് വേവിച്ചെടുക്കാം. കുക്കിംഗ് ടൈം വളരെ കുറവാണ്. ഓൾറെഡി നല്ല വെന്ത മാവാണ്. അതുകൊണ്ട് തന്നെ ഒരു 10 മുതൽ 12 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 12 മുതൽ 13 മിനിറ്റ് ആയപ്പോൾ ഗ്യാസ് ഓഫാക്കി. ഇനി ലിഡ് ഓപ്പണാക്കി നോക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അതായത് നമ്മൾ ചേർത്ത നാളികേരത്തിൻ്റെയും നല്ല ജീരകത്തിൻ്റെയൊക്കെ ഒരു മണമാട്ടോ വരുന്നത്. ഇതൊരു 5 മുതൽ 6 മിനിറ്റ് ഇങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചൂടോടെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നാളികേരം കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ആ ചൂടോടെ തന്നെ നാളികേരം ചേർക്കുമ്പോൾ നാളികേരവും ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നാളികേരം കൊണ്ട് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ അതേ കാണുമ്പോൾ തന്നെ ഒരെണ്ണം എടുത്ത് കഴിക്കണം എന്ന് തോന്നുന്നില്ലേ? വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. വാഴയിലയിൽ വേവിച്ചുകൊണ്ട് തന്നെ നല്ലൊരു മണവും വരുന്നുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് കാണിച്ചു തരാം. നോക്കൂ, നല്ല സോഫ്റ്റാണ്. ഇതൊന്നെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയോടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്കാണ്. ഒന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. നോക്കൂ, നല്ല സോഫ്റ്റാണ്. പുട്ടുപൊടിയിൽ തന്നെ തയ്യാറാക്കണം കേട്ടോ. എന്നാലും മാത്രമേ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ജീവിത പരിമിതികൾ കൊണ്ട് കഴിയുന്നതും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്